അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് പ്രമേയം പാസാക്കി ഗുജറാത്ത് ഗോവ നിയമസഭകൾ. പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും ആം ആദ്മി എംഎൽഎമാരുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയത്. മോദിയെ പുകഴ്ത്താൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയ്ക്കും നിയമസഭകൾ വേദിയായി. ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ഗോവയും ഗുജറാത്തുമാണ് പ്രമേയം പാസാക്കിയത്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകകണ്ഠമായാണ് പ്രമേയങ്ങൾ പാസായത്. പ്രമേയത്തെ എതിർത്തില്ലെന്ന് മാത്രമല്ല, മോദി സ്തുതിക്കായി കോൺഗ്രസ് എംഎൽഎമാർ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയ്ക്കും നിയമസഭകൾ വേദിയായി. പാർലമെന്റിൽ കേന്ദ്ര ബജറ്റിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും നെഹ്റു കുടുംബത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴായിരുന്നു കോൺഗ്രസ് എംഎൽഎമാരുടെ മോദി സ്തുതി. ഗുജറാത്തിൽ ബജറ്റ് സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ അർജുൻ മോദ്വാഡിയ സംസാരിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് 1989 രാമക്ഷേത്രത്തിന് കല്ലിടാൻ അനുവാദം നൽകിയതെന്നും ചൂണ്ടിക്കാട്ടി രാമക്ഷേത്ര നിർമ്മാണത്തിൽ കോൺഗ്രസിനും പങ്കുണ്ടെന്ന അവകാശവാദം ഉയർത്താനും അദ്ദേഹം മറന്നില്ല. പ്രതിപക്ഷത്തുള്ള ആം ആദ്മി അംഗങ്ങളും അനുകൂലിച്ചതോടെ ഗുജറാത്ത് നിയമസഭ പ്രമേയം പാസാക്കി. ഗോവയിൽ ബജറ്റ് സമ്മേളനത്തിനിടെ സ്പീക്കർ രമേഷ് തിവാരിയാണ് മോദിയെ അഭിനന്ദിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നതോടെ സുവർണയുഗം ആരംഭിച്ചെന്ന് പ്രമേയത്തിൽ പറയുന്നു. ഗോവയിൽ കോൺഗ്രസിന് 3ഉം ആം ആദ്മിക്ക് 2 എംഎൽഎമാരുണ്ട്. എന്നിട്ടും എതിർ ശബ്ദം ഉയർന്നില്ല. അയോധ്യ രാമക്ഷേത്രം BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ അജണ്ടയാണ്. എന്നാൽ അതേ വർഗീയ പാതയിലൂടെ മൃദു ഹിന്ദുത്വ സമീപനവുമായി കോൺഗ്രസും സഞ്ചരിക്കുന്നു എന്നതാണ് ആശങ്കാജനകം. ദില്ലിയിൽ നിന്നും CB ജോസഫ്, കൈരളി ന്യൂസ്.